അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലേൺ അറബിക് വിത്ത് മിന്ന സലം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിൻ്റെ സീറ ഒന്നാമത്തെ പാഠഭാഗമാണ്. അദ്ദറസുൽ അവ്വലു അദ്ദഅവതു ഇലല്ലാഹ്, അള്ളാഹുവിലേക്കുള്ള ക്ഷണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നുബുവത്ത് ലഭിച്ചത് മുതൽ തന്നെ ഇസ്ലാമിലേക്കുള്ള ദഅവത്തും ആരംഭിച്ചു. ആദ്യം വളരെ രഹസ്യമായിട്ടായിരുന്നു ദഅവത്ത് നടത്തിയത്. കുടുംബക്കാരോടും ഏറ്റവും അടുപ്പമുള്ളവരോടുമായിരുന്നു ഈ ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധനം നടത്തിയത്. അന്ന് മക്കയിലെ ജനങ്ങളുടെ അവസ്ഥ വളരെ മോശമായിരുന്നു. അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും ആണ്ടുകിടന്നിരുന്ന ഒരു സമൂഹമായിരുന്നു അവർ. ദീർഘകാലം പ്രവാചകന്മാരോ മതപ്രബോധനമോ ലഭിക്കാതിരുന്നതിനാൽ ശരിയായ ദീനോ സംസ്കാരമോ അവർക്ക് ലഭിച്ചിരുന്നില്ല. ബിംബാരാധന, മദ്യപാനം, വ്യഭിചാരം, പലിശ, കൊള്ള, കൊലപാതകം മുതലായ സർവ്വതിന്മകളും അവരിൽ നടമാടിയിരുന്നു. പെൺകുഞ്ഞ് ജനിച്ചാൽ ജീവനോടെ കുഴിച്ചുമൂടും. ഇരുണ്ട യുഗം, അതായത് ഡാർക്ക് ഏജ് എന്നാണ് ചരിത്രകാരന്മാർ ആ കാലത്തെ വിശേഷിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത് കാരണം പലരും ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി. പിന്നെ പരസ്യ പ്രബോധനം നടത്തി. നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അവനോട് ഒന്നിനെയും പങ്കു ചേർക്കരുത്, ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ ആണെന്ന് അംഗീകരിക്കണം. പക്ഷേ ഖുറൈശി പ്രമുഖർ അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും മുസ്ലിമുകളെയും എതിർക്കാനും ഉപദ്രവിക്കാനും തുടങ്ങി. വഅൻദിർ അശീറതകൽ അഖറബീൻ, നബിയെ താങ്കൾ താങ്കളുടെ അടുത്ത കുടുംബക്കാർക്ക് മുന്നറിയിപ്പ് നൽകുക. അവ്വലുമൻ അസ്ലമ, ആദ്യം ഇസ്ലാം സ്വീകരിച്ചവർ. ആദ്യം ഇസ്ലാം സ്വീകരിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി അടുത്ത ബന്ധമുള്ളവരായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഖദീജ ബീവി റളിയല്ലാഹു അൻഹ, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു, അർഖം ഇബ്നുൽ അർഖം റളിയല്ലാഹു അൻഹു മുതലായവരാണ് ആദ്യം ഇസ്ലാം സ്വീകരിച്ചത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാല്യകാല സുഹൃത്തും അധിക സമയവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി സഹവസിച്ചു കഴിഞ്ഞിരുന്നയാളുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൽസ്വഭാവവും പെരുമാറ്റവും മനസ്സിലാക്കുകയും മഹത്വവും മാതൃകയും ബോധ്യപ്പെടുകയും ചെയ്തിട്ടുള്ളതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കാൻ താമസമുണ്ടായില്ല. ഖുറൈശി പ്രമുഖനും സുസമ്മതനുമായ അദ്ദേഹത്തിൻ്റെ പ്രബോധന ഫലമായി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു, ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു, അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു മുതലായവർ സത്യവിശ്വാസികളായി. സ്ത്രീകളിൽ ആദ്യം വിശ്വസിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരുന്ന അവർ ആദ്യമായി വഹയി ലഭിച്ച സമയത്ത് വേദപണ്ഡിതനായ വറഖത്ത് ഇബ്നു നൗഫലിൻ്റെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂട്ടിക്കൊണ്ടുപോവുകയും സത്യം ബോധ്യപ്പെട്ടവരുമായിരുന്നു. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സമ്മാനിച്ച അടിമയായിരുന്നു സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു. ചെറുപ്രായത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി സഹവസിക്കാൻ ഭാഗ്യം കിട്ടിയ അദ്ദേഹം മാതാപിതാക്കളെക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരഞ്ഞെടുക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തെ സ്വതന്ത്രനാക്കുകയും വളർത്തുപുത്രനാക്കുകയും ചെയ്തു. അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായ അബൂ ത്വാലിബിൻ്റെ മകനാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷണത്തിലാണ് വളർന്നത്. ഏകദേശം 10 വയസ്സുള്ളപ്പോൾ തന്നെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. ഖാല ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സയ്യിദുന വ ഖൈറുന വ അഹബ്ബുന ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഞങ്ങളുടെ നേതാവും ഞങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുമാണ്. അപ്പോൾ പാഠഭാഗം
വായിച്ചു മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം. എക്സസൈസ് 1. ഉത്തരം എഴുതുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യം ദഅവത്ത് നടത്തിയത് എങ്ങനെയായിരുന്നു ആദ്യം ദഅവത്ത് നടത്തിയിരുന്നത്? ആദ്യം വളരെ രഹസ്യമായിട്ടായിരുന്നു ദഅവത്ത് നടത്തിയിരുന്നത്. 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുടുംബക്കാരെ ഒരുമിച്ച് കൂട്ടിയത് എവിടെയാണ് ഒരുമിച്ച് കൂട്ടിയത്? സഫാ മലയുടെ താഴ്വരയിൽ. 3. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശപിച്ചുകൊണ്ട് പിന്തിരിഞ്ഞത് ആരാണ്? ഖുറൈശി പ്രമുഖർ. അടുത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത് പ്രകാരം ആദ്യം വിശ്വസിച്ചവർ ആരൊക്കെയായിരുന്നു? ആദ്യം ഇസ്ലാം സ്വീകരിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി അടുത്ത ബന്ധമുള്ളവരായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഖദീജ ബീവി റളിയല്ലാഹു അൻഹ, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു, അർഖം ഇബ്നുൽ അർഖം റളിയല്ലാഹു അൻഹു മുതലായവരാണ് ആദ്യം ഇസ്ലാം സ്വീകരിച്ചത്. അടുത്തത് 5. സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു ആരായിരുന്നു? ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സമ്മാനിച്ച അടിമയായിരുന്നു സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു. അടുത്തത്, അലി റളിയല്ലാഹു അൻഹു എത്രാമത്തെ വയസ്സിൽ ഇസ്ലാം സ്വീകരിച്ചു? അലി റളിയല്ലാഹു അൻഹു 10 വയസ്സുള്ളപ്പോൾ തന്നെ ഇസ്ലാം സ്വീകരിച്ചു. അടുത്തത്, വിവരിക്കാം. ദഅവത്ത് എന്നാൽ എന്താണ് ദഅവത്ത് എന്നതിൻ്റെ അർത്ഥം? ദഅ എന്ന് വെച്ചാൽ വിളിക്കുക എന്നാണ് അർത്ഥം. ഈ പാഠഭാഗം വായിച്ച് മനസ്സിലാക്കിയതിൽ നിന്നും എന്താണ് വ്യക്തമായത്? ദഅവത്ത് എന്നാൽ ഇസ്ലാമിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക എന്നതാണ് അർത്ഥമാക്കുന്നത്. അടുത്തത്, ദഅവത്ത് ആരംഭിച്ചപ്പോൾ മക്കയിലെ ജനങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു? അന്ന് മക്കയിലെ ജനങ്ങളുടെ അവസ്ഥ വളരെ മോശമായിരുന്നു. അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും ആണ്ടുകിടന്നിരുന്ന ഒരു സമൂഹമായിരുന്നു അവർ. ദീർഘകാലം പ്രവാചകന്മാരോ മതപ്രബോധനമോ ലഭിക്കാതിരുന്നതിനാൽ ശരിയായ ദീനോ സംസ്കാരമോ അവർക്ക് ലഭിച്ചിരുന്നില്ല. ബിംബാരാധന, മദ്യപാനം, വ്യഭിചാരം, പലിശ, കൊള്ള, കൊലപാതകം മുതലായ സർവ്വതിന്മകളും അവരിൽ നടമാടിയിരുന്നു. പെൺകുഞ്ഞ് ജനിച്ചാൽ ജീവനോടെ കുഴിച്ചുമൂടുമായിരുന്നു. അതായിരുന്നു അവരുടെ അവസ്ഥ. 3. പരസ്യ പ്രബോധനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താണ് പറഞ്ഞത്? നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം, അവനോട് ഒന്നിനെയും പങ്കുചേർക്കരുത്. ഞാൻ അല്ലാഹുവിൻ്റെ റസൂൽ ആണെന്ന് അംഗീകരിക്കണം. ഇതാണ് നബി തങ്ങൾ പറഞ്ഞത്. അടുത്തത്, കണ്ടെത്താം. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രബോധന ഫലമായി മുസ്ലിങ്ങളായവർ ആരൊക്കെയാണ്? ഖുറൈശി പ്രമുഖനും സുസമ്മതനുമായ അദ്ദേഹത്തിൻ്റെ പ്രബോധന ഫലമായി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു, ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു, അബു ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു മുതലായവർ സത്യവിശ്വാസികളായി. 4. പരിചയപ്പെടാം. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആരായിരുന്നു? അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാല്യകാല സുഹൃത്തും അധിക സമയവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി സഹവസിച്ചു കഴിഞ്ഞിരുന്നയാളുമാണ്. അടുത്തത്, ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. ഖദീജ ബീവി ആരാണെന്ന് എല്ലാവർക്കും അറിയാലോ, നബി തങ്ങളുടെ ഭാര്യയായിരുന്നു അല്ലേ? അടുത്തത്, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായ അബൂ ത്വാലിബിൻ്റെ മകനാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയുമാണ് ചോദ്യോത്തരങ്ങൾ. ഒന്നാമത്തെ പാഠം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത പാഠഭാഗവുമായി കാണും വരെ മഅസ്സലാമ.